ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സസ് 24 to 26. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികളെന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷകനെ പോലെയും ആകട്ടെ. പരിശുദ്ധ പിതാവേ, വീണ്ടും ഒരു നല്ല സമയം അങ്ങയുടെ പാദപീഠത്തിൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവിടുന്ന് തന്നിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് പാട്ടുകളെ പാടി അങ്ങയെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ആരാധിപ്പാനും ഇന്ന് രാത്രികാലം സഹായിച്ചല്ലോ കർത്താവേ. ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ സാന്നിധ്യമുള്ളതിനായിട്ട് സ്തോത്രം. വീണ്ടും ഞങ്ങൾ തിരുവചനത്തിന് മുമ്പാകെ ഇരിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, ഇന്നത്തെ രാത്രി അടിയങ്ങളോടങ്ങ് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ചില മാറ്റങ്ങളെ അങ്ങ് വരുത്തണമേ. ഞങ്ങളുടെ സഭയെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങത് ചെയ്യുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവേ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. സഹോദരങ്ങളെ, വിശ്വാസ ജീവിതത്തിൽ അനേകരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങുന്ന വിശ്വാസ ജീവിതമായി അനേകരുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആത്മബലത്തോടെ, ആത്മശക്തിയോടെ, ആത്മദർശനത്തോടെ ജീവിക്കുന്ന എത്ര ദൈവമക്കൾ നമ്മുടെ മധ്യത്തിലും ഈ ലോകത്തിൽ ദൈവമക്കളായ അറിയപ്പെടുന്നവരുടെ മധ്യത്തിലുമുണ്ട് എന്നുള്ളത് വളരെ ഭയാനകമായ, അല്ലെങ്കിൽ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വലിയ വിഷയമാണ്. പ്രസംഗങ്ങളുടെ കുറവുകളല്ല, അറിവുള്ളവരുടെ കുറവുകളല്ല, ദൈവവചനം പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഉള്ള സാഹചര്യങ്ങളില്ലാത്തതിൻ്റെ കുറവൊന്നുമല്ല. പിന്നെയോ എന്തുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിനകത്ത് ഈ ശോചനീയമായ അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിലുടനീളം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മാതൃകയാക്കി നാം പഠിക്കുന്നതിന്, നാം മനസ്സിലാക്കുന്നതിന് നമുക്ക് മുന്നറിയിപ്പുകളായി തന്നിരിക്കുന്ന ചില വചനഭാഗങ്ങൾ ഈ നാളുകളിൽ നാം ഓർക്കേണ്ടതായിട്ട്, പഠിക്കേണ്ടതായിട്ട്, ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു വചനഭാഗമാണ് ഇന്ന് നമുക്ക് വായിക്കുവാൻ കൂണും ഇടയായത്. സഹോദരങ്ങളെ, പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തോട് കൂടെ നടന്ന ഒരു ജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഇല്ലേ? മിസ്രൈമിൽ നിന്ന് തൻ്റെ അത്ഭുതകരങ്ങളാൽ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് തൻ്റെ ജനത്തെ ദൈവം വിടുവിച്ചു. ശ്രേഷ്ഠമേറിയ വഴികളിലൂടെ അവരെ നടത്തി. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും താൻ അവരോട് കൂടെ ഉണ്ടെന്ന്, താൻ അവരുടെ മധ്യത്തിലുണ്ടെന്ന് കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അത് മാത്രമാണോ? മോശയെ പോലെ അനുഗ്രഹീതനായ, ദൈവഭക്തനായ ഒരു നേതാവിൻ്റെ കീഴിൽ, ഒരു ലീഡറിൻ്റെ കീഴിൽ, ഒരു നായകൻ്റെ കീഴിൽ അവർ നടത്തപ്പെട്ടു. വേണ്ടതായ ട്രെയിനിങ് അവർക്ക് കിട്ടി, ശിക്ഷണം കിട്ടി. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ മധ്യത്തിലൂടെ അവർ മുന്നോട്ട് കടന്നുപോയി. നമുക്കറിയാം, അവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിവിടെ ആയിരിക്കുന്ന സഹോദരങ്ങളെ നമ്മളിൽ പലരും അസൂയാവഹമായ രീതിയിലാണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ദൈവസാന്നിധ്യം മുമ്പിൽ കാണുവാൻ തക്കവണ്ണം അവർക്ക് ഭാഗ്യം ലഭിച്ചവരാ. അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി, അല്ലേ? ഞാനത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളോടടുത്ത് പറയുന്നില്ല. അവരുടെ അനുദിന ജീവിതത്തിൽ പ്രഭാതത്തിൽ ഉണരുമ്പോൾ മുതൽ അവർ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളാണ് കണ്ടതല്ലേ? ആകാശത്ത് നിന്ന് മന്ന വീഴുന്നത് അവർ കാണുന്നുണ്ട്. കാടപ്പക്ഷികൾ പറന്നു നിൽക്കുന്നത് അവർ കാണുന്നുണ്ട്.
അത് മാത്രമാണോ? പകൽ മേഘസ്തംഭമായി ദൈവം അവരോടുകൂടെ യാത്ര ചെയ്യുന്നു, രാത്രി അഗ്നിത്തൂണായി ദൈവം അവരുടെ മുമ്പാകെ യാത്ര ചെയ്യുന്നു. ഇതൊക്കെ അവരുടെ കണ്ണിന്റെ മുമ്പിൽ കാണുകയല്ലേ ചെയ്തത്? ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ ദുർഘടങ്ങൾ വരുമ്പോൾ, അത് ചെങ്കടലായിക്കൊള്ളട്ടെ, അത് യോർദാൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ യെരീഹോ മതിലായിക്കൊള്ളട്ടെ, അതൊക്കെയും അവരുടെ മുമ്പിൽ തകർന്നു വീഴുന്നത്, വഴിമാറുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് ആ ജനം കണ്ടു, ഇല്ലേ? അത് മാത്രമല്ല, ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, അവരുടെ വസ്ത്രങ്ങൾ പഴുകിപ്പോയില്ല, അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവരുടെ കാലുകൾ ഒന്നും തന്നെ വീർത്തില്ല എന്ന്, നീരുവെച്ച് വീർത്തില്ലെന്ന്. അപ്പോഴൊന്ന് നോക്കിയേ, അത്ഭുതകരമായ ജനം നടത്തപ്പെട്ടെങ്കിലും അവരിൽ എത്ര പേര് കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിലെത്തി? യഹോവയായ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തത്തിൽ അവരെത്തി. ദൈവത്തെ കാണാഞ്ഞിട്ടാണോ? ദൈവ സാന്നിധ്യം അറിയാഞ്ഞിട്ടാണോ? ദൈവ സാമീപ്യം മനസ്സിലാക്കാതിരുന്നിട്ടാണോ? ദൈവത്തെ അറിയിക്കുന്ന, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ലീഡേഴ്സ് അവരുടെ മധ്യത്തിൽ ഇല്ലാതിരുന്നിട്ടാണോ? ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർ അവരുടെ കൂടെ ഇല്ലാഞ്ഞിട്ടാണോ? പിന്നെ എന്തുകൊണ്ട് അവർക്കതിന് കഴിഞ്ഞില്ല? നമുക്കറിയാം, ആ തലമുറയിൽ വെറും 2 പേര് മാത്രമാണ് കർത്താവ് വാഗ്ദത്തം ചെയ്ത ദേശത്തെത്തിയത്, യോശുവയും കാലേബും. ബാക്കി എല്ലാവരും മരുഭൂമിയിൽ ചത്തൊടുങ്ങിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ രാത്രി നമ്മൾ യൂദയുടെ ലേഖനത്തിൽ നിന്ന് വായിച്ചല്ലോ, യൂദയുടെ ലേഖനത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് പഠിച്ചു വന്നപ്പോൾ നമ്മളവിടെ വായിച്ചല്ലോ, മിസ്രയീമിൽ ദൈവം രക്ഷിച്ചവരെ പിന്നത്തേതിൽ അവരെ ശിക്ഷിച്ചു. കാരണം അവരുടെ അനുസരണക്കേട് നിമിത്തം ശിക്ഷിച്ചു എന്നല്ല, അവരെ നശിപ്പിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഡിസ്ട്രോയിഡ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തോടുകൂടെ നടന്നു വന്നോ, ദൈവത്തെ കണ്ടുവന്നോ, അത്ഭുതങ്ങൾക്ക് സാക്ഷിയായി എന്നോ, ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടതോ, ഇതൊന്നുമല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അനുഭവിക്കുവാനും ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിൽ എത്തുവാനും തക്കവണ്ണമുള്ള മുഖാന്തരം എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മറ്റു ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അറിവല്ല, നമ്മുടെ കാഴ്ചയല്ല, നമ്മുടെ ദർശനങ്ങളല്ല, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്കില്ലാത്ത ചില കാഴ്ചപ്പാടുകൾ എനിക്കുണ്ട്, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്കില്ലാത്ത ചില അറിവുകൾ എനിക്കുണ്ട്, ചില അനുഭവങ്ങൾ എനിക്കുണ്ട്. ഇതൊന്നുമല്ല. അന്ത്യം വരെ ദൈവസന്നിധിയിൽ, അന്ത്യത്തോളം ദൈവത്തോടു കൂടെ നടന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിൽ നമുക്ക് എത്തുവാൻ തക്കവണ്ണം ഇടയാകുന്ന സംഗതികൾ. പുതിയ നിയമത്തിലേക്കൊന്ന് വന്നേ സഹോദരങ്ങളെ. ഞാൻ പഴയ നിയമത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. പുതിയ നിയമത്തിലേക്കൊന്ന് കടന്നു വന്നേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച് സാക്ഷാൽ ദൈവമായവൻ മിശിഹായായിരുന്നവൻ. കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, ഇല്ലേ? അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അവർക്ക് ആർക്കും തന്നെ സംശയം ഉണ്ടായിരുന്നില്ല യേശു കർത്താവ് മിശിഹായാണെന്ന്. അവർ തങ്ങൾ കാത്തിരുന്ന ഇസ്രായേലിന്റെ രക്ഷകനായ മിശിഹായാണ് തങ്ങളോടുകൂടെ നടക്കുന്ന യേശു എന്ന് അവരിൽ ആർക്കും സംശയമില്ല. നമുക്കറിയാം, ദൈവവചനത്തിൽ നമ്മൾ പലയിടത്തും മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രവൃത്തികൾ, കർത്താവിന്റെ ഉപദേശങ്ങൾ, കർത്താവിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ താൻ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ, ശ്രേഷ്ഠമേറിയ സ്വർഗത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, പിതാവിന്റെ മഹത്വത്തെക്കുറിച്ച് ലളിതമായ വാക്കുകളിൽ അവൻ പറയുന്ന ഉപദേശങ്ങൾ, അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന ശ്രേഷ്ഠമേറിയ ആത്മീക മർമ്മങ്ങൾ, ഇതൊക്കെ അവർ കേട്ട് കഴിഞ്ഞപ്പോൾ അവരെത്ര ഭാഗ്യമുള്ളവരാണെന്ന് നമ്മൾ കരുതിയിട്ടില്ലേ? ഇത് കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ. പത്രോസിനെ പോലെ ഭാഗ്യം ആർക്കൊണ്ടെന്നാ? യേശുവിനോടുകൂടെ നടക്കുവാൻ, യേശുവിൻ്റെ കരങ്ങളിൽ തൊടുവാൻ തക്കവണ്ണം, യേശുവിനെ സ്വന്തം കണ്ണിൻ്റെ മുമ്പിൽ കാണുവാൻ തക്കവണ്ണം, യേശു ചെയ്ത അത്ഭുതങ്ങൾക്ക് സാക്ഷ്യമായി നിൽക്കുവാൻ തക്കവണ്ണം ആ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അവർ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് നമ്മൾ പറയാറില്ലേ സഹോദരങ്ങളെ? ഇല്ലേ? കർത്താവ് കാണിച്ച അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? മരിച്ചവരെ ഉയർപ്പിക്കുന്ന അവർ കണ്ടു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെയും പിന്നെ പ്ലസ് സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ പോഷിപ്പിക്കുന്നത് അവർ കണ്ടു. അതുപോലെ തന്നെ 7 അപ്പവും കുറച്ച് മീനും കൊണ്ട് 4000 പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോഷിപ്പിക്കുന്നത് അവർ കണ്ടു. അതുപോലെ തന്നെ കുരുടന്റെ കണ്ണു തുറക്കുന്നത് അവർ കണ്ടു, ചെകിടന്റെ ചെവി തുറക്കുന്നത് കണ്ടു, ഊമയായിരിക്കുന്നവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നവർ കണ്ടു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെ എത്ര വലുതല്ലേ? കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കുന്നത് അവർ കണ്ടില്ലേ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആഴിയുടെ മുകളിലൂടെ, തിരമാലയുടെ മുകളിലൂടെ കർത്താവ് നഗ്നപാതനായി നടന്ന് കടലിന്റെ മീതെ നടന്നു വരുന്നവർ കണ്ടില്ലേ? എന്തെല്ലാം അത്ഭുതങ്ങൾ അവർ കണ്ടു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലൂക്കോസിന് ശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് പോകുന്ന ഒരു ഭാഗം അവിടെ കാണുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? കുറച്ച് പൈസയ്ക്ക് വേണ്ടി, 30 വെള്ളിക്കാശിന് വേണ്ടി. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ഇതേ പത്രോസ് യേശു കർത്താവിനെ 3 പ്രാവശ്യം ഞാൻ അറിയുന്നില്ലെന്ന് പറയുന്ന, തള്ളിപ്പറയുന്ന ഭാഗം കാണുന്നുണ്ട്. കർത്താവിനെ ഗെത്സമന തോട്ടത്തിൽ വെച്ച്
പരീശന്മാരയച്ച പടയാളികൾ, സേവകര്, കർത്താവ് അവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അവനെ കയ്യാമം വയ്ക്കുന്ന സമയത്ത് അവരെല്ലാവരും, ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവർ ഭാഗ്യവാന്മാരായിരുന്നെന്ന്, അവർ നമ്മളിൽ നിന്ന് ഒത്തിരി നമ്മളെക്കാൾ ഒത്തിരി വ്യത്യസ്തരാണെന്ന് നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ, കർത്താവിനോട് കൂടെ 3.5 വർഷക്കാലം അവർ നടന്നതുകൊണ്ട് എന്ത് പ്രയോജനം അവർക്കുണ്ടായി? When the test came, all fled away. When the test came, none of them could ever stand with Jesus. കർത്താവിനോട് കൂടെ പരീക്ഷ വന്നപ്പോൾ കർത്താവിനോട് കൂടെ നിൽപ്പാൻ തക്കവണ്ണം ആർക്കും കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിലേക്ക് നോക്കിയേ. ഈ ലൂക്കോസിന് ശേഷം 22-ാം അധ്യായത്തില് കർത്താവ് അന്ത്യ-അത്താഴത്തില് അപ്പവും വീഞ്ഞും അവർക്ക് വാഴ്ത്തി കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ആ സമയത്ത് കർത്താവ് താൻ അവർക്ക് വേണ്ടി മരിക്കുവാൻ പോകുന്നതാണെന്ന് പറയുന്നു. ഈ അപ്പം എന്ന് പറയുന്നത് തൻ്റെ ശരീരം അവർക്ക് വേണ്ടി നുറുക്കപ്പെടുവാൻ പോകുന്നതിൻ്റെ ഓർമ്മയാണെന്ന് പറയുന്നു, അതിന് ദൃഷ്ടാന്തമാണെന്ന് പറയുന്നു. ഈ പാനപാത്രം എന്ന് പറയുന്നത് പുതിയ നിയമത്തിനുള്ള രക്തത്തിൻ്റെ ദൃഷ്ടാന്തമാണെന്ന് പറയുന്നു. അതുമാത്രമല്ല, ഇതുപോലെയുള്ള പാരലൽ പാസേജാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇതേ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ എഴുതാത്തതെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എന്തെന്നറിയാമോ? കർത്താവ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് അത്യുന്നതനായ ദൈവം സൃഷ്ടിയുടെ മുമ്പിൽ കുനിഞ്ഞിരുന്നു കൊണ്ട് അവരുടെ കാലുകളെ കഴുകുന്നതായിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഗുരുവായിരിക്കുന്നു ഞാൻ നിങ്ങൾക്കിത് ചെയ്തു തന്നുവെങ്കിൽ നിങ്ങളും തമ്മിൽ ഇത് ചെയ്യേണ്ടതിന് ഒരു ദൃഷ്ടാന്തമായി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം നമ്മൾ വായിച്ച വചനഭാഗം. എന്താണെന്നറിയാമോ? തങ്ങളിൽ ആര് ആണ് വലിയവനെന്ന് പറഞ്ഞ ഒരു വാഗ്വാദം അവരുടെ മധ്യത്തിലുണ്ടായി. ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി കർത്താവ് കാലുകളെ കഴുകിക്കഴിഞ്ഞു. കർത്താവ് ഈ അന്ത്യത്താഴത്തിൽ അവരോട് കൂടെ ഇരുന്നു. താൻ മരിക്കുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട ശിഷ്യന്മാര് അതിനെ ഓർത്ത് ഭാരപ്പെടുകയല്ല, കർത്താവിനോട് കൂടെ ഇരുന്നു കൊണ്ട് ഹാലിനെ പ്രാർത്ഥിക്കുകയല്ല അവർ ചെയ്തത്. കർത്താവിനോട് അത് കർത്താവെ എന്താണെന്ന് ചോദിച്ച്, അല്ലെങ്കിൽ നീ അവിടുന്ന് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്താകും എന്നുള്ള വിഷയത്തെക്കുറിച്ച് അവർ ചിന്തിച്ചത്. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, ദൈവസഭയെ സ്ഥാപിക്കുവാനുള്ള ശ്രേഷ്ഠമേറിയ ഉത്തരവാദിത്വത്തെക്കുറിച്ചല്ല അവർ ചിന്തിച്ചത്. കർത്താവ് കടന്നുപോയി കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്നല്ല അവർ കർത്താവിനോട് ചോദിച്ചത്. അടുത്ത വാക്യത്തിൽ ഇത് പറയുന്നു, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, പഴയ നിയമത്തിൽ ദൈവത്തോടു കൂടെ നടന്നവരും പുതിയ നിയമത്തിൽ കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യരും തമ്മിൽ എന്താ വ്യത്യാസം? സഹോദരന്മാരെ, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാനാ. ഇന്ന് കർത്താവിനെ അറിഞ്ഞു എന്ന് പറയുന്ന സഹോദരന്മാരും സഹോദരിമാരും സംസാരിക്കുന്നത് ലോകഭാഷയിലാണ്. ദൈവത്തെ അറിയാത്ത, ദൈവത്തെക്കുറിച്ച് ഒരു ജ്ഞാനവും ഇല്ലാത്ത മനുഷ്യർ സംസാരിക്കുന്നതിനേക്കാൾ അധികം മോശമായ ഭാഷയിൽ സംസാരിക്കുന്ന വിശ്വാസികളുണ്ട് സഭയ്ക്കകത്ത്. ലോകത്തിലെ മനുഷ്യർ, ദൈവത്തെ അറിയാത്ത മനുഷ്യർ, ജാതികളായ മനുഷ്യർ, അവർ ഈ ലോകത്തിന്റെ പിന്നാലെ എന്തിനൊക്കെ വേണ്ടി പോകുന്നുവോ അതിനേക്കാൾ ശോചനീയമായ രീതിയിൽ ലോകത്തിന്റെ വഴികളെയും ലോകത്തിന്റെ മ്ലേച്ഛതകളെയും ലോകത്തിന്റെ സുഖങ്ങളെയും അന്വേഷിച്ചു പോയി അത് അനുഭവിച്ചുകൊണ്ട് ദൈവസഭയുടെ മധ്യത്തിൽ ഇരിക്കുന്ന വിശ്വാസികളുണ്ട് നമ്മുടെ മധ്യത്തിൽ. കർത്താവിന്റെ പേര് പറഞ്ഞ് ദൈവ പൈതലാണെന്ന് പറഞ്ഞ്, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ്, കർത്താവിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ്, ഞങ്ങൾ വേർപെട്ടവരാണെന്ന് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ, അവരുടെ ഓരോ ദൈനംദിന ജീവിതത്തിൽ അവരിലൂടെ മറ്റുള്ളവർ കാണുന്ന ജീവിത അനുഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വീണ്ടും ഒരു തനി ആവർത്തനമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്നത്തെ രാത്രികാലം വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ആവശ്യമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്കറിയാം യൂദാസ് ഇന്ന് എവിടെയാണെന്ന് നമുക്കറിയാം. കർത്താവിനെ 30 വെള്ളിക്കാശിന് അവൻ ഒറ്റിക്കൊടുത്തതിന് ശേഷം അവന് മനസ്സിലായി അവനൊരു കുറ്റബോധം കടന്നു വന്നു. പക്ഷെ അവന് ഉണ്ടായ കുറ്റബോധം ഒരിക്കലും മാനസാന്തരത്തിലേക്ക് വഴിയായില്ല. അവൻ പോയി കെട്ടുഞാന്ന് ചത്തുകളഞ്ഞെന്ന ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. He hanged himself. Where is he today? What was the point? He stayed with Jesus for 3.5 years and he witnessed the miracles that the Messiah has done. അത്യുന്നതനായ ദൈവം മിശിഹ ചെയ്ത അത്ഭുതങ്ങൾക്ക് 3.5 വർഷക്കാലം അവൻ സാക്ഷിയായി നിന്നു. എന്ത് പ്രയോജനം? ഇന്ന് അനേക ദൈവമക്കൾ, ദാസന്മാരാന്ന് പറയുന്നവർ, കർത്താവിനെ ഇത്ര വർഷങ്ങളായി സേവിക്കുന്നു എന്ന് പറയുന്നവർ, ഇത്ര വർഷമായി ദൈവസഭയുടെ ഭാഗമായിരിക്കുന്നു എന്ന് പറയുന്നവർ, ഇത്ര വർഷമായി കർത്താവിന്റെ ആ മേശയിൽ അപ്പവും വീഞ്ഞും അനുഭവിക്കുന്നു എന്ന് പറയുന്നവർ,
ജീവിതത്തിൻ്റെ അവസാനത്തിൽ യൂദയുടെ അനുഭവത്തിലാണ് എത്തുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? കർത്താവ് യൂദാസിനെ കുറിച്ച് പറഞ്ഞത്, അവൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവൻ എത്ര നന്നായിരുന്നുവെന്ന്. ഇന്ന് അനേക ദൈവമക്കളെ നോക്കി കർത്താവ് പറയുകയാണ്, ഇവർ ഈ സഭയ്ക്കുള്ളിൽ വരാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഹല്ലേലൂയ. അവർ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നതുകൊണ്ട് ദൈവസഭയ്ക്ക് പ്രയോജനമല്ല, ദൈവസഭയ്ക്ക് മാനമല്ല, ദൈവസഭയ്ക്ക് അപമാനമാണ് ഉണ്ടാകുന്നത്. അത് മാത്രമോ, ദൈവസഭയിലുള്ള അനേകരെ വഴിതെറ്റിക്കുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരങ്ങളായി പലരും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന്. അനേകരുടെ ദോഷകരമായ ജീവിത രീതികൾ കണ്ടിട്ട്, ജീവിത മാതൃകകൾ കണ്ട് ദൈവസഭയിലുള്ള കുഞ്ഞുങ്ങൾ പോലും അറിവിൽ ശിശുക്കളായിരിക്കുന്നവർ, പരിജ്ഞാനം ലഭിക്കാത്തവർ, അല്ലെങ്കിൽ ദൈവകൃപ പ്രാപിക്കാത്തവർ അവരുടെ വഴികൾ അനുഗമിക്കുന്ന ഒരു വലിയ ആത്മീയ അപകടത്തിലേക്ക് സഭകൾ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മധ്യത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ദൈവവചന ഭാഗങ്ങൾ, ഈ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ ദൈവത്തിൻ്റെ സഭ വായിക്കേണ്ടതിനു വേണ്ടി എഴുതി വച്ചിരിക്കുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ, ഈ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഈ അപകടങ്ങൾ, ആത്മീക അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, അതിനു വേണ്ടിയാണ്. ഈ വാക്യത്തിലേക്ക് നമ്മൾ നോക്കിയേ. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർ കേട്ടതുപോലെ ദൈവവചനം മറ്റാരെങ്കിലും കേട്ടിട്ടുണ്ടോ? They walked with God. They heard the best sermons that were ever preached on the face of the earth. ഈ ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമേറിയ പ്രസംഗങ്ങൾ കേട്ടവരാണ് അവർ. ഈ ലോകത്തിൽ ജീവിച്ച ഏറ്റവും പരിശുദ്ധരായ മനുഷ്യനോടുകൂടെ കൂട്ടായ്മ അനുഭവിച്ചവരാണ് അവര്. അത്യുന്നതനായ ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടവരാണവര്. അവനെ തൊട്ട് സ്പർശിച്ചവരാണവര്. അവനിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചവരാണവര്. അവനോട് കൂടെ നടന്നവരാണ്. അവന്റെ അടുത്ത് കിടന്നുറങ്ങിയവരാണവര്. അവന്റെ വിളിയാൽ പേരെടുത്തവൻ വിളിച്ചപ്പോൾ ഇതെല്ലാം വിട്ടവനെ അനുഗമിച്ചവരാണവര്. പക്ഷെ ഇന്ന് അവര് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ചിന്തയിലാണ്. ഹൂ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എമംഗ്സ് ദം? നമ്മുടെ മധ്യത്തിൽ ആരാണ് ഏറ്റവും വലുത്? കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, they were thinking about themselves. ലോകത്തിന്റെ മോഹം അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ലോക ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഈ കഴിഞ്ഞ 3.5 വർഷക്കാലം അവർ കേട്ട സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകളല്ല, പിന്നെയോ അവർക്ക് ഈ ലോകത്തിലെ ചിന്തകളെ വിടുവാൻ തക്കവണ്ണം അവർക്ക് കഴിയുന്നില്ല. ലൗകിക മോഹങ്ങളെ വിടുവാൻ തക്കവണ്ണം അവർക്ക് കഴിയുന്നില്ല. ഒരു മനുഷ്യന്റെ ജഡത്തിന്റെ ഇച്ഛയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ ജഡത്തിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് എന്നതിന്റെ തെളിവായി ഇത് മാത്രമല്ല, മറ്റു പലയിടങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ശിഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്നതും വാഗ്വാദം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള പല ഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയും. ബട്ട് ദിസ് ഇസ് ദ വേസ്റ്റ് സിനാരിയോ. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് തൻ്റെ അന്ത്യ അത്താഴം വെച്ചിട്ട് ഇനിയും ഞാൻ നിങ്ങളോടുകൂടെ ഇങ്ങനൊരു അത്താഴം കഴിക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞു. അത് മാത്രമാണോ? അവരുടെ തൊട്ട് മുമ്പിൽ അവരുടെ കാലുകൾ കഴുകിയിട്ട് പറഞ്ഞു, ഗുരുവായിരിക്കുന്ന ഞാൻ, ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കഴുകേണ്ടതാകുന്നു. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നിട്ട് പോയിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. My brothers, my sisters, remember, we are in a human body. We are in the flesh. നമ്മൾ ജഡത്തിൽ വസിക്കുന്നവരാ. Praise God. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ആഴമേറിയ ചില വിഷയങ്ങൾ ഇന്നത്തെ രാത്രി നമ്മൾ കേൾക്കാനായിട്ട് പോകുകയാണ്. When the test came, അതുവരെ they all thought that they were good. They all thought that. നമുക്കറിയാം, ശിഷ്യന്മാർ പറയുന്നുണ്ട്, അവരൊരു സ്ഥലത്തേക്ക് കടന്നു പോയപ്പോൾ കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കുന്നവരെ കണ്ടു. പക്ഷേ യോഹന്നാൻ പറഞ്ഞു, കർത്താവെ, നമ്മളെ അനുഗമിക്കാതിരുന്നുകൊണ്ട് ഞങ്ങൾ അവനെ നിരസിച്ചു എന്ന് പറയുന്നു. കർത്താവ് അന്നേരമാണ് പറഞ്ഞത്, നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ. കാരണം അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്നുള്ള ഒരു ചിന്ത ഈ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെയല്ല. കർത്താവിനോട് ഒരു സമയത്ത് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ ശമരിയക്കാര് യേശു കർത്താവിനെ കൈക്കൊള്ളാതെ വന്നപ്പോൾ പറഞ്ഞു, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തിൽ നിന്ന് തീയിറക്കി അവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിക്കുന്നുണ്ട്. That all shows that we are different from other people. They were considering themselves to be special than other people. They considered themselves to be different from other people, but they just behave like other people now. മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരാണെന്ന് അവർ പറയുന്നു, അവർ സ്വയം ചിന്തിക്കുന്നു. എന്നാൽ ഇവിടെ നോക്കിയേ, സാധാരണക്കാരായ മനുഷ്യരെ പോലെ അവർ പെരുമാറുന്നു. ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങളെ പറഞ്ഞ്
ചില ഭാഗങ്ങളെ ഇതിൽ നമുക്കൊന്ന് പഠിച്ചിട്ട് ഞാൻ ദൈവവചന ശുശ്രൂഷയിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, they were acting like the world. ലോകക്കാരെ പോലെ അവർ പെരുമാറുകയാണ്. There is a world view of greatness. ഈ വലിയവരെന്ന് പറയുമ്പോൾ അതിന് ലോകത്തിന് ലോകത്തിനൊരു ഡെഫിനിഷൻ ഉണ്ട്, ഒരു നിർവചനമുണ്ട്. ലോകത്തിൽ വലിയവനാകുക, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകുക എന്ന് പറയുമ്പോൾ ലോകത്തിനൊരു ഡെഫിനിഷൻ ഉണ്ട്. കർത്താവ് പറഞ്ഞുണ്ട്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിൽ ഭൂമിയിലുള്ള മനുഷ്യരായ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, സ്വർഗത്തിലോ അവൻ ഏറ്റവും ചെറിയവനാണെന്നാ പറഞ്ഞു. അപ്പം ഒരു വലിയവനെയും ചെറിയവനെയും കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. സ്വർഗത്തിലും വലിയവരും ചെറിയവരും ഉണ്ട് എന്നുള്ളതിന്റെ ധ്വനിയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ അവൻ ചെറിയവനാണെന്ന് പറഞ്ഞത്. അതിന് വലിയ അർത്ഥങ്ങളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, കാരണം നമ്മുടെ മെസ്സേജ് ഇതായതുകൊണ്ട്. അപ്പോൾ വലിയവനും ചെറിയവനും എന്നുള്ള വിഷയം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം സഹോദരങ്ങളെ, കർത്താവിന്റെ മുമ്പിൽ വലിയവനും ലോകത്തിന്റെ മുമ്പിൽ വലിയവനും എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാണ്. അതാ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ ലോകത്തിൽ വലിയവനായി തീരുവാൻ തക്കോണം അവർ ആഗ്രഹിക്കുക. തങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ, തങ്ങളുടെ ഇടയിൽ ആരാണ് ആത്മീകൻ എന്നുള്ള ചോദ്യമല്ല ചോദിച്ചത്. തങ്ങളുടെ ഇടയിൽ ആരാണ് കർത്താവ് ഇപ്പൊ പറഞ്ഞ ഈ ക്രൂശിന്റെ അനുഭവത്തിൽ കർത്താവിനോട് കൂടെ നിൽക്കുന്നവർ ആരാണെന്നല്ല അവരുടെ ചോദ്യം. നമ്മളിൽ ആര് വീണു പോകുമെന്നുള്ളതല്ല അവരുടെ വിഷയം. നമ്മൾ ആര് കർത്താവ് പറഞ്ഞിരിക്കുന്ന, കർത്താവ് അനുഭവിക്കുവാൻ പോകുന്ന ക്രൂശിൽ പങ്കാളിയായി തീരുമെന്നുള്ളതല്ല അവരുടെ വിഷയം. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്ന ഇതാണ്, നമ്മളിൽ ആരാ വലിയവൻ എന്ന് പറഞ്ഞാൽ കർത്താവ് പോയി കഴിഞ്ഞാൽ നമ്മളിൽ ആരാണ് നമ്മളെ ലീഡ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ അതായിരിക്കാം അവർ ചിന്തിച്ചത്. There is a world view of greatness through power, authority, dominations and titles. ഇവിടെ നിന്ന് നോക്കിയ ലോകത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് വിടുകയല്ലേ. അവർ സ്കൂളിൽ നിന്ന് പഠിച്ചു, സ്കൂൾ കഴിഞ്ഞിട്ട് അവർ കോളേജിലേക്ക് വന്നു, കോളേജ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റീസിലേക്ക് വന്നു, പിന്നെ നമുക്കറിയാം ഗ്രാജുവേഷൻ കഴിഞ്ഞു, മാസ്റ്റേഴ്സ് എടുത്തു, PhDs എടുത്തു, അവർ പല പല നിലയിലെത്തി. എന്താണ് അതിൻ്റെ ഔട്ട്കം? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ലോകപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ഔട്ട്കം എന്താണെന്ന് അറിയാമോ? അവർ ഏത് രീതിയിലാണ് ഉന്നതരാകുന്നത്? നമുക്കറിയാം, LKGയിലേക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ അവരാരും ഉന്നതരല്ല, എല്ലാവരും ഒരേ ലെവൽ, എല്ലാവരും വിളിച്ചു കൂവിക്കൊണ്ടാണ് LKGയിലേക്ക് പോകുന്നത് അല്ലേ. നമുക്കറിയാം, സ്കൂൾ തുറക്കുന്ന ദിവസം ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ, 3.5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കിയേ. അവരെല്ലാവരും തുല്യരാ, എല്ലാവരും അമ്മയെ മുറുകെ പിടിക്കും അല്ലെ, അപ്പനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ആർക്കും സ്കൂളിൽ പോകണ്ട, ഭയങ്കര നിലവിളിയും ബഹളവുമാണ് സ്കൂളിലല്ലേ. എന്നാലൊരു 15-20 വർഷം കഴിയുമ്പോൾ അവരെ നോക്കിക്കേ, അവർ പല പല തട്ടില, വലിയവനും ചെറിയവനും. കാരണം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് അവരെ വലിയവരും ചെറിയവരുമാക്കി മാറ്റി. ചിലർ വളരെ ഉന്നതിയിലായി, ചിലർ വളരെ താഴെയായി. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകം കൊടുക്കുന്ന വിദ്യാഭ്യാസം, ഈ ലോകം കൊടുക്കുന്ന പരിചയം, ഈ ലോകം കൊടുക്കുന്ന സംസ്കാരം, ഈ ലോകം കൊടുക്കുന്ന സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കൊണ്ട് കോമ്പീറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിപ്പിച്ചുകൊണ്ട് നിന്നേക്കാൾ ബെറ്റർ ഞാനാണെന്ന് അവർ പരീക്ഷകളിലൂടെ തെളിയിച്ച്, എക്സാമിനേഷൻസ് തെളിയിച്ചിട്ട് ഒരാൾ നമ്പർ 1 ആകുമ്പോൾ മറ്റേയാളിന് ഭാരം, ആള് ട്യൂഷന് പോകുന്നു, കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് അടുത്ത ടൈമിൽ ആ ആളിനേക്കാൾ നമ്പർ 1 ആയി തീരുന്നു. നോക്കിയേ, there could be a healthy competition and an unhealthy competition. ഈ രണ്ട് രീതിയിലുമുള്ള കോമ്പറ്റീഷൻ ഉണ്ടല്ലേ. കുഞ്ഞുങ്ങളെ തമ്മിലൊന്ന് നോക്കിയേ, അവർക്കാർക്കും തോൽക്കുവാൻ മനസ്സില്ല. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ആത്മീയമായിട്ടുള്ള വിഷയവുമായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാർക്കും തോൽക്കുന്നത് ഇഷ്ടമല്ല. അവർ തോൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ പറയുകയാണ്, ഫൈനൽ റിസൾട്ടിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. അവരുടെ ഈ കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ കോമ്പീറ്റ് ചെയ്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ കോമ്പറ്റീഷനായി മാറുകയാണ്. അവർ വീട്ടിൽ തോൽക്കുവാൻ തയ്യാറല്ല, ഭർത്താവിൻ്റെ മുമ്പിൽ തോൽക്കുവാൻ തയ്യാറല്ല, ഭാര്യയുടെ മുമ്പിൽ തോൽക്കുവാൻ തയ്യാറല്ല, ലോകത്തിൽ ആരുടെയും മുമ്പിൽ തോൽക്കുവാൻ തയ്യാറല്ല, ദൈവത്തിന്റെ മുമ്പിൽ താഴുവാൻ തയ്യാറല്ല. എപ്പോഴും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ലോകം അവരെ അഭ്യസിപ്പിക്കുന്നു. ശരിയല്ലേ? എവിടെയെങ്കിലും താഴുവാൻ തക്കവണ്ണം അവർ തയ്യാറാകുമോ? അവരുടെ സംസാരം, അവരുടെ ചിന്തകൾ, അവരുടെ രീതികൾ എല്ലാം നിങ്ങൾ നോക്കിയേ, ലോകം ആ രീതിയിൽ അവരെ മോൾഡ് ചെയ്യുകയല്ലേ. ഏത് ഫീൽഡിലാണെങ്കിലും നിങ്ങൾ നോക്കിക്കോ, ഈ ലോകത്തിൽ വലിയവനാരാ? The one who has the power,
ഡൊമിനേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം, മറ്റൊരാളെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം സംസാര ശേഷി കൊണ്ടായിക്കൊള്ളട്ടെ, സംസാര ശൈലി കൊണ്ടായിക്കൊള്ളട്ടെ, ശബ്ദത്തിന്റെ വലിപ്പം കൊണ്ടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അധികാരത്തിന്റെ അതുകൊണ്ട് മുഷ്കു കൊണ്ടായിക്കൊള്ളട്ടെ, മറ്റൊരാളെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ, അത് രാഷ്ട്രീയത്തിലായാലും ശരി, അത് കോർപ്പറേറ്റുകളിലോ കോർപ്പറേഷനിലായാലും ശരി, അത് ദൈവസഭയുടെ മധ്യത്തിലായാലും ശരി, ആ വ്യക്തിയാണ് നായകൻ, ആ വ്യക്തിയാണ് ഉയർന്നവൻ. അല്ലേ? മറ്റുള്ളവർക്കില്ലാത്ത ടൈറ്റിലുകൾ നമുക്ക് നേടുക. നിന്നേക്കാൾ വ്യത്യസ്തനാണ് ഞാൻ, നിന്നേക്കാൾ ഉയർന്നവനാണ് ഞാൻ, നിന്നേക്കാൾ ഉയർന്നവളാണ് ഞാൻ, എനിക്കുള്ള പലതും നിനക്കില്ല, എനിക്ക് ലോകം തന്നിരിക്കുന്ന പലതും, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് ഞാൻ നേടിയിരിക്കുന്ന പലതും നിനക്ക് നേടുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതാ ലോകത്തിൻ്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാ നമ്മൾ പലരെയും നോക്കിക്കൊണ്ട് പറയുന്നത് ആ ആൾ മിടുക്കനാ കേട്ടോ, പക്ഷെ ഈ ആൾ മണ്ടനാ. എന്താണെന്നറിയാമോ? ആ ലോകത്തിൽ അവർ കാണിച്ച പെർഫോമൻസ്. ഒരു കാര്യം നിങ്ങൾ ഓർത്ത് നോക്കണമേ. ഹൗ ലോങ് വുഡ് ഇറ്റ് ലാസ്റ്റ്? എത്ര നാളിത് ലാസ്റ്റ് ചെയ്യുമെന്നറിയാമോ? നമ്മളിത് ചിന്തിച്ച് നോക്കിയേ. 85-90 വയസ്സായിരിക്കുന്ന ചില ലീഡേഴ്സ് ഉണ്ട് ഈ ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ അവരുടെ ചെറുപ്പകാലത്തിലൊക്കെ പല പല വിഷയങ്ങളിൽ വളരെ അഗ്രഗണ്യരായിരുന്നു. They were great in many areas when they were young, but now they are in 90s and 80s, late 80s or early 90s or mid 90s. Who bothers them today? നമ്മൾ അവരെ കുറിച്ച് പറയുന്നതെന്ന് അറിയാമോ? ഇവർ മിടുക്കരായിരുന്നു എന്നാ പറയുന്നത്. ഇവർ മിടുക്കരായിരുന്നു, മിടുക്കരാണെന്നല്ല പറഞ്ഞത്. They are great എന്നല്ല പറയുന്നത്. They were great. Where did their greatness go now? അവരുടെ മിടുക്ക് എവിടെ പോയി? അവരുടെ ഗ്രേറ്റ്നെസ് എവിടെ പോയി? അവരുടെ പവർ എവിടെ പോയി? അവരുടെ അധികാരം എവിടെ പോയി? ലോകം ഒരു കാലത്ത് എന്തവർക്ക് കൊടുത്തുവോ അതേ ലോകം തന്നെ ഒരു സമയത്ത് അതെല്ലാം തിരിച്ചു വാങ്ങിച്ചു. മനസ്സിലായോ സഹോദരങ്ങളെ? ലോകം നിങ്ങൾക്ക് തന്നത് ലോകം ഒരു സമയമായപ്പോൾ തിരിച്ചു വാങ്ങിച്ചിട്ട് മറ്റൊരാൾക്ക് കൊടുത്തത്. Nothing is permanent from this world. Whatever the world offers you, it is not permanent. Whatever the world offers you, it is only for a certain time. Once that time is over, it will be taken back and will be given to other people. ആ സർക്കിൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞു നിർത്തട്ടെ ആ ഭാഗം. We are being fooled by the world. നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡൻഷ്യൽസ് നേടുവാൻ തക്കവണ്ണം നമ്മൾ എന്തുമാത്രം അധ്വാനിക്കുന്നു. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്ക്. എത്രയോ രാത്രികൾ ഉറങ്ങാതിരുന്ന് പഠിച്ചു അല്ലേ? എത്രമാത്രം പണം അതിനു വേണ്ടി മുടക്കി. എത്രയോ ദൂരെ പോയി അപ്പനെയും അമ്മയും വിട്ട് കഷ്ടത സഹിച്ചവർ പഠിച്ചു പലയിടങ്ങളിലും ഇല്ലേ? എന്തുമാത്രം ബുദ്ധിമുട്ടി അല്ലേ? എല്ലാ രീതിയിലും ഇമോഷണലായിട്ടുള്ള സ്ട്രെസ്, ഫിസിക്കൽ സ്ട്രെസ്, എന്തെല്ലാം വിഷയങ്ങളിലൂടെ അവർ കടന്നുപോയി. എത്ര കഷ്ടപ്പെട്ടാണ് ഇത് നേടിയത് അല്ലേ? പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി പെർമനന്റ് വിത്ത് യു. വൺ ഡേ യു ഹാവ് ടു ഗിവ് അപ്പ്. ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു ഗിവ് അപ്പ്, ദ വേൾഡ് വിൽ ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ് ഫ്രം യു. നമ്മൾ മറന്നു പോകരുത്. Everyone wants to be smart, outnumber others, competitive, to be more wealthy, more famous, more powerful. എല്ലാവരും കോമ്പീറ്റ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? I want to be more wealthier than you. I want to be more famous than you. I want to be more powerful than you. നിന്നേക്കാൾ കൂടുതൽ ഞാൻ ധനവാനാകണം, നിന്നേക്കാൾ കൂടുതൽ എനിക്ക് പവർഫുൾ ആകണം, നിന്നേക്കാൾ കൂടുതൽ അധികാരം എനിക്ക് വേണം, നിന്നേക്കാൾ കൂടുതൽ എനിക്ക് കീർത്തി വേണം, റെപ്യൂട്ടേഷൻ വേണം, ഫേമസ് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുക. എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്നു, നോട്ട് സോ വിത്ത് യു. നിങ്ങളങ്ങനെയാകരുത്. നിങ്ങളങ്ങനെയാകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മണ്ടന്മാരായി തീരരുതെന്ന്. നിങ്ങളുടെ ജീവിതകാലം മൊത്തം ഈ ക്ഷണികമായതിനു വേണ്ടി ഓടി 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 അധ്വാനിച്ച് മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കി പിടിച്ചു പറിച്ച് മറ്റുള്ളവരിൽ നിന്നെല്ലാം ഇത് നേടി നിത്യമായതിനു വേണ്ടി ചിലവഴിക്കുവാൻ നമുക്ക് സമയമില്ലാതെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവളായി ഈ ലോകം വിട്ടുപോകുവാൻ നിനക്കിടയാവരുതെന്ന്. ഈ ലോകം പലതും നിന്റെ കയ്യിൽ തരുമ്പോഴും നീ ഓർക്കുക, ദിസ് ആൾ ടെമ്പററി. ഈ ലോകം തരുന്ന ക്രെഡൻഷ്യൽസ് ഒക്കെ ടെമ്പറൽ ആണെന്ന് നീ തിരിച്ചറിയുക. ശിഷ്യന്മാരെ അതാ പഠിപ്പിച്ചത്. 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ അങ്ങനെയല്ല. യു ആർ നോട്ട് സോ. യു ആർ നോട്ട് ലൈക്ക് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്. Because the people of the world, they think that this is what everything is.
But you know your heart is open. Your inner eyes are open to see what is eternal and what is temporal. എന്താണ് നിത്യമെന്നും എന്താണ് താൽക്കാലികമെന്നും തിരിച്ചറിയുവാൻ തക്കവണ്ണം അത്യുന്നതനായ ദൈവം നിന്റെ ഹൃദയത്തെ തുറന്നു തന്നിരിക്കുന്നു. ഇനി നീ പെരുമാറുന്നത് ഈ ലോകത്തിലുള്ളവരെ പോലെ ആവരുത്. നിനക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ഈ ജീവിതം, ശ്രേഷ്ഠമേറിയ ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ഒരു കാലഘട്ടം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചു തരുമ്പോൾ, ലോകത്തിലുള്ളവർ ചെയ്യുന്നത് പോലെ ലോകത്തിന്റെ അധികാരത്തിനും ലോകത്തിന്റെ വളർച്ച, ലോകത്തിലെ ഉന്നതിക്കും ലോകത്തിലെ ധനത്തിനും മഹത്വത്തിനും വേണ്ടി നീ ഓടി 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 അധ്വാനിച്ചത് ശേഷം അവസാനം ഭോഷനായി തീരുവാൻ തക്കവണ്ണം നിനക്കിടയാകരുതെന്ന കർത്താവ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? യു മസ്റ്റ് നോട്ട് ബി സോ. നിങ്ങൾ അങ്ങനെയാകരുതെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാക്കിയിരിക്കേണ്ട പ്രത്യേകതയുണ്ട്. ഞാൻ സമയത്തിൻ്റെ ചുരുക്കം കാരണം 1-2 കാര്യങ്ങൾ മാത്രം ആ ഭാഗത്തു നിന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്പർ 1, we must be having a sense of insignificance. ഇൻസിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നിസ്സാരത, എംപ്റ്റിനെസ് ഓഫ് ലൈഫ്. ഈ ലോകത്തിലെ ക്ഷണികതയെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരായിരിക്കണം. ഒരു ദൈവ പൈതലായി തീരുമ്പോൾ അതാ നടക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഭൂമിയെക്കുറിച്ച് മറ്റൊരു ദർശനം ഉണ്ടാകും. കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ജീവിതം ഈ ലോകത്തിന് വേണ്ടി മാത്രമായിരുന്നു. എന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഈ ലോകത്തിൽ വലിയവനാകുവാനുള്ള ഓട്ടമായിരുന്നു എൻ്റേത്. എൻ്റെ വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ, എൻ്റെ ജോലിയിലായിക്കോട്ടെ, എൻ്റെ കരിയറിലായിക്കൊള്ളട്ടെ, എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ ഏർലി 20s എൻ്റെ 20കളിൽ 21, 22, 23, 24, 25, 28 വയസ്സ് വരെയൊക്കെ ആയപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് എൻ്റെ കരിയറിൽ, എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് അടുത്ത 5 വർഷം ഇന്ന ഇടത്തെത്തണം, അടുത്ത 10 വർഷം കൊണ്ട് ഇന്ന ലെവലിൽ എത്തണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അങ്ങനെ ഒരു നാളിൽ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, ഹാലലി, ഈ ലോകത്തിന്റെ ക്ഷണികത അവൻ എനിക്ക് കാണിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ലോകത്തിന് വേണ്ടി ഓടി അധ്വാനിച്ച് നഷ്ടപ്പെടുത്തേണ്ട ജീവിതമല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം നിത്യമായി നിലനിൽക്കുന്ന സ്ഥലത്തിന് വേണ്ടി അത് നേടുവാൻ തക്കവണ്ണം ഉപയോഗിക്കപ്പെടേണ്ട ജീവിതമാണ്. We must know, we must have a sense of insignificance. Hallelujah. We must know the emptiness of life. ജീവിതത്തിന്റെ ക്ഷണികത നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന ജീവിതമാണ് ഇതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കർത്താവിന്റെ അടുക്കൽ വരുന്ന വ്യക്തിക്ക് മാത്രമേ, ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ, യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവനെ അറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം അവസരം ലഭിക്കത്തുള്ളൂ. മറ്റാരെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ കാണുന്നുണ്ടോ? മറ്റുള്ളവർ ആരെങ്കിലും ഈ ജീവിതത്തിന്റെ അവസാനത്തെക്കുറിച്ച് ചിന്തിച്ച് കാണുന്നുണ്ടോ? നിങ്ങൾ മീഡിയയിലേക്കൊന്ന് നോക്കിയാൽ, ന്യൂസ് പേപ്പർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയകളായിക്കൊള്ളട്ടെ, നിങ്ങൾ ഇന്ന് കാണുന്ന ടെലിവിഷൻ ന്യൂസുകളായിക്കൊള്ളട്ടെ, നിങ്ങൾ നോക്കിക്കേ. ആ മനുഷ്യൻ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനെ ഉപദ്രവിക്കുന്ന മക്കള്, അപ്പന്റെ ഇന്ന് പിടിച്ചു പറിക്കുന്ന മക്കള്, അപ്പനെ കൊല്ലുന്ന മക്കൾ, എന്തിന്? സ്വത്തിന് വേണ്ടി ജ്യേഷ്ഠനും അനിയനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുന്നു. സിബ്ലിങ്സ് തന്നെ, they fight each other for more wealth. ഓരോരുത്തരും നോക്കിയേ, അവരോടൊന്ന് ചോദിച്ചേ, they would never ever think about their death. They think that another 1000 years they are going to live in this world. അടുത്ത 1000 വർഷം ഈ ഭൂമിയിൽ അവർ ജീവിക്കും എന്നുള്ള രീതിയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. കാരണം എന്നറിയാമോ? അവർ കണ്ടില്ല ദൈവത്തെ. അവർ ദൈവത്തെ കണ്ടറിഞ്ഞിട്ടില്ല. നമുക്ക് മാത്രമേ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ കണ്ടവർക്ക് മാത്രമേ, ദൈവശബ്ദം കേട്ടവർക്ക് മാത്രമേ, ദൈവ വചനത്തെ അറിഞ്ഞവർക്ക് മാത്രമേ ജീവിതത്തിന്റെ ക്ഷണികതയെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുള്ളൂ. അല്ലാത്തവരെല്ലാം ഈ ലോകത്തിന് വേണ്ടി ജീവിക്കും. ഇവിടെ ശിഷ്യന്മാർ പറഞ്ഞതെന്താണെന്നറിയാമോ? തങ്ങളിൽ ആരാ വലിയവനെന്ന്. അവരതാണോ ചിന്തിക്കേണ്ടത്? ഏറ്റവും വലിയവനായവൻ തങ്ങളുടെ കൂടെയുണ്ട്, സർവശക്തനായ കർത്താവ്. കർത്താവിനേക്കാൾ വലിയവരായിട്ട് ആരെങ്കിലും അതിൻ്റെ മധ്യത്തിലുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അവർക്ക് ചിന്തിക്കുവാൻ പറ്റും ഞങ്ങളിൽ ആരാ വലിയവനെന്ന്? അവരെ ആരെയെങ്കിലും കർത്താവ് തിരഞ്ഞെടുത്തത് അവരുടെ ക്വാളിറ്റീസ് നോക്കിയാണോ? അവരുടെ ക്രെഡൻഷ്യൽസ് നോക്കിയാണോ? ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളിൽ ആരാ വലിയവൻ? ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാൻ പറ്റും എന്നെ ദൈവം തിരഞ്ഞെടുത്തത് എൻ്റെ ക്രെഡൻഷ്യൽസ് നോക്കിയാണ്, എൻ്റെ അപ്ബ്രിങ്ങിങ് നോക്കിയാ, ഞാൻ ജനിച്ച കുടുംബത്തിൻ്റെ മഹിമ നോക്കിയാണ്, ഞാൻ വളർന്നു വന്ന പശ്ചാത്തലം നോക്കിയാണ്, എൻ്റെ വിദ്യാഭ്യാസം നോക്കിയാണ്, എൻ്റെ ഇലോക്വൻസ്, എൻ്റെ സംസാര പാഠവം നോക്കിയാണ് എന്നെ ദൈവം തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തിന്റെ ആ പ്രകമ്പനങ്ങൾ കൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്. ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാൻ പറ്റും നമ്മുടെ ക്വാളിറ്റീസ് കൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതെന്ന്?
നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, കൃപയാൽ അത്രേ കർത്താവേ, കൃപയാൽ 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 നീ എന്നെ തെരഞ്ഞെടുത്തു. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം ഒന്നിച്ചുകൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ അവർ ചോദിക്കുകയാണ്, നമ്മളിൽ ആരാ വലിയവനെന്ന്. വാട്ട് എ ഫൂളിഷ്നെസ് ഇറ്റ് ഈസ്. വാട്ട് എ ഫൂളിഷ്നെസ് ഇറ്റ് ഈസ്. എന്തോ ഒരു വിഡ്ഢിത്തരമാണ് അല്ലേ, എന്തോ ഒരു വിഡ്ഢിത്തരമായത്. കൃപയാൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനം ഒന്നിച്ച് കടന്നു വന്നിട്ട് അവർ പരസ്പരം ചോദിക്കുക, ഞങ്ങളിൽ ആരാ വലിയവനെന്ന്. അത് തന്നെയല്ലേ ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. മുക്കുവന്മാരായിരുന്നെന്ന്. മുക്കുവന്മാരാ, ലോകത്തിന് വേണ്ടാത്തവരായിരുന്നു, ലോകം മാറ്റി നിർത്തിയ മനുഷ്യരായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്തവർ, സ്കൂളിൽ പോകാത്തവർ. അവർക്കാകെ അറിയാവുന്നത് വള്ളം തുഴയാനും മീനെ പിടിക്കാനുമാ. അതിന്റെ മധ്യത്തിൽ നിന്ന് പ്രഗത്ഭന്മാരെ ദൈവം തള്ളിക്കളഞ്ഞ്, ജ്ഞാനികളെ ദൈവം തള്ളിക്കളഞ്ഞ്, ഭോഷത്വമായതിനെ ദൈവം തെരഞ്ഞെടുത്തു. മുക്കുവരായിരുന്നവരെ തന്റെ അപ്പോസ്തലന്മാരായിട്ട് അവർ വിളിച്ചു. കൃപയാൽ കൃപയാൽ കർത്താവിനോട് കൂടെ ചേർക്കപ്പെട്ടവർ ഇന്ന് തമ്മിലിരുന്ന് വാദിക്കുക, നമ്മളിൽ ആരാ വലിയവരെന്ന്. എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് ആ കാഴ്ച ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. I tell you, my brother, my sister, our name won't stay there forever. നമ്മുടെ ആരുടെയും പേര് ഈ ലോകത്തിൽ ഒത്തിരി നാൾ നിൽക്കത്തില്ല. Our life is moving at its full speed towards the grave. സെമിത്തേരിയെ ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതം അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ സെമിത്തേരിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേര് പോയി. നമ്മുടെ പേര് ആ സ്രാബേലെങ്ങാണം ആരെങ്കിലും എൻഗ്രേവ് ചെയ്ത് വെക്കും. നമ്മുടെ പേര് ജനിച്ച വർഷം, മരിച്ച വർഷം, അത്രേ ഉള്ളൂ അല്ലേ. നമ്മുടെ ഒരു പഴയ ഫോട്ടോയോ പുതിയ ഫോട്ടോയോ നമ്മുടെ വീട്ടിൽ വെക്കും. കുറച്ച് നാളത്തേക്ക് ആ ഫോട്ടോ അവിടെ ഇരിക്കും. മക്കളുടെ കാലഘട്ടം കഴിയുമ്പോൾ കൊച്ചുമക്കൾ വരും. കൊച്ചുമക്കളും വിചാരിക്കും ഇത് വലിയ ഗ്രാൻഡ് പായുടെ ഫോട്ടോയാണ്. ഈ കൊച്ചുമക്കൾക്ക് മക്കളുണ്ടാകുന്നുണ്ട് എന്താ സംഭവിക്കുന്നുണ്ട്, അവർക്കൊരു പിടിയും കിട്ടത്തില്ല ഈ പ്രായമുള്ള ഈ വല്യപ്പൻ ആരാന്ന്. കൊച്ചുമക്കൾ പറയും, ഇതെന്തിനാ ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്, ഈ ഫ്രണ്ടിൽ വല്ല നല്ല പൂക്കളോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും പോർട്രേറ്റുകൾ, നല്ല പടങ്ങൾ വല്ല ഇവിടെ വെക്കാം, നല്ല സീനറി ഉള്ള പടം വെക്കാം, ഈ വല്യപ്പച്ചൻ്റെ പടം കൊണ്ടുവന്നിട്ട് സ്റ്റോർ റൂമിൽ വെക്കാമെന്ന് പറയും അല്ലേ. ലാസ്റ്റ് ഈ വല്യപ്പച്ചൻ്റെ പടം ഇവിടെ പോയി. ഈ വല്യപ്പച്ചൻ ജീവിച്ചിരുന്നപ്പോൾ ആരായിരുന്നു അറിയാമോ? രാജാവായിരുന്നു. ആരായിരുന്നു? ഇപ്പം എവിടെയാ? സ്റ്റോർ റൂമിൽ ഒരു പടമായിട്ടിരിക്കുക ഭിത്തിയാൽ. പിന്നെ അടുത്ത തലമുറ വരുമ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് എങ്ങോട്ട് പോകുന്നുള്ളത് പറഞ്ഞാൽ മതി. നിൻ്റെയും എൻ്റെയും പേര് ഈ ഭൂമിയിൽ കുറച്ച് നാൾ മാത്രം നിൽക്കും. ആ പേരിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അടി ഉണ്ടാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. നമ്മുടെ പേര് വല്ലതും എവിടുന്നെങ്കിലും ഒന്ന് മാറ്റുന്ന കണ്ടാൽ നമ്മൾ വിടുമോ? ഏതെങ്കിലും ഒരു ലിസ്റ്റിനകത്ത് നമ്മുടെ പേരില്ലാതെ വന്നാൽ നമ്മൾ വിടുമോ? നമ്മുടെ പേര് വേറൊരാളുടെ പേരിൻ്റെ താഴെയായി എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മുടെ എല്ലാവരുടെയും ഓട്ടം, നമ്മുടെ എല്ലാവരുടെയും ഫൈറ്റ് എന്തിനാണെന്നറിയാമോ? ഏറ്റവും മുകളിൽ എൻ്റെ പേര് നിൽക്കണം. ഇന്ന് ആ പേര് എവിടെ പോകുന്നു? ഒരു തലമുറ കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് ഇന്നേക്ക് 100 വർഷത്തിനപ്പുറം എൻ്റെ പേര് എവിടെ ഉണ്ടാകും? യു ബിക്കം ഇൻസിഗ്നിഫിക്കൻറ്റ് ദെയർ. ആ ഇൻസിഗ്നിഫിക്കൻസ്, നീ നിസ്സാരനായി തീരും 100 വർഷം കഴിയുമ്പോൾ. ആ നിസ്സാരത ഇന്ന് തന്നെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നീയാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയവൻ. പ്രൈസ് ഗോഡ്. ആ നിസ്സാരത, emptiness, ആ insignificance, if you can understand, if you are convinced of that insignificance now, you will be the greatest among others. മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ നീയായിരിക്കും. മറന്നു പോകരുത് സഹോദരങ്ങളെ. We are nothing before God with our big name. We are nothing in this universe. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ആരാ? ഹല്ലേലൂയ. അടുത്ത പട്ടണത്തിൽ പോയി നമ്മുടെ പേരെന്ന് പറഞ്ഞ് അവർക്ക് ആർക്കും അറിയത്തില്ല. അടുത്ത പട്ടണത്തിൽ എന്തിനാ, ഈ അടുത്ത വീട്ടിൽ പോയെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരുടെയും പേര് ആർക്കെങ്കിലും അറിയാമോ? നമ്മളെ ആർക്കും അറിയത്തില്ല. നമ്മളെ അറിയാവുന്ന ആരുണ്ട്? നമ്മുടെ ജോലി സ്ഥലത്ത് എല്ലാവർക്കും നമ്മുടെ പേര് ഒരു പക്ഷേ അറിയാമായിരിക്കും. തൊട്ടപ്പുറത്തെ ഓഫീസിൽ പോയി നമ്മുടെ പേര് ചോദിച്ചാൽ അവർ പറയും, ഈ പുള്ളി ഏതാ? എന്തോ ഒരു ഭോഷത്വമാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. നമ്മുടെ ഈ ലോകത്തിലെ വലിയ എന്തോ സംഭവമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ലോകത്തിലെ ഭയങ്കര സംഭവമാണെന്നാ. ഈ ലോകത്തിൽ 8 ബില്യൺ പ്ലസ് ആൾക്കാരുണ്ട് അല്ലേ. 8 ബില്യൺ അപ്പുറത്തെ ആൾക്കാരുണ്ട്. ഈ 8 ബില്യൺ ആൾക്കാരുടെ മധ്യത്തിൽ നമ്മുടെ പേരെവിടെയാ? വി ആർ വെരി വെരി ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി താഴ്മയോടെ ജീവിക്കും. കർത്താവേ, എൻ്റെ മുമ്പിൽ കാണാൻ പോകുന്ന വഴി ഇതാ. ഇന്നേക്കൊരു 100 വർഷത്തിനപ്പുറം എന്നെ ആരും ഓർക്കത്ത് പോലുമില്ല. ആ തിരിച്ചറിവ് എനിക്ക് ഇന്നുണ്ടായ മുമ്പേ പറഞ്ഞ പോലെ കർത്താവ് ശ്രേഷ്ഠമേറിയതിനു വേണ്ടി ഞാൻ ജീവിക്കാൻ തുടങ്ങും. നശ്വരമായതിനു വേണ്ടിയുള്ള ജീവിതം എൻ്റെ നിർത്തും.
We are insignificant in our gifts, in our abilities, in our reputation, in our intelligence, achievements. നമ്മുടെ എല്ലാത്തിലും നമ്മൾ എന്ത് കഴിവിലിന്ന് പുകഴുന്നുകൊണ്ടോ അതിനകത്തെല്ലാം ഇൻസിഗ്നിഫിക്കൻ്റാണ് ഞാൻ. എനിക്ക് പറയാൻ പറ്റുമോ ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യനാണ് ഞാനെന്ന്? എനിക്ക് പറയാൻ പറ്റുമോ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുള്ള മനുഷ്യനാണ് ഞാനെന്ന്? എനിക്ക് പറയാൻ പറ്റുമോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ഉള്ള മനുഷ്യനാണ് ഞാനെന്ന്? ഏത് കാര്യത്തിൽ ദൈവപൈതലേ നമുക്ക് പുകഴാനുണ്ട് ഈ ലോകത്തിൽ? ഈ ലോകം ഗ്രേറ്റ്നസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസെപ്ഷൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ലോകം തന്ന ഗ്രേറ്റ്നസ്, അതിനുവേണ്ടി നമ്മളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം ഇതൊക്കെ. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിക്കും. അതിനുവേണ്ടി ഓട്ടത്തോടോട്ടമാ. ജോലിയിൽ ഓട്ടം, സമാധാനമില്ല, സ്വസ്ഥതയില്ല. വീട്ടിൽ 10 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളുടെ കൂടെ 10 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ല, ഭർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല, ഭാര്യയുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. ഓട്ടത്തോടോട്ടം. ആരാ ഓടിക്കുന്ന ഈ ലോകം? ഓടിച്ച് അവസാനം അവശ്യാണ്. ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് പോകും. ജീവിച്ചോ നമ്മളാരിലും? ജീവിച്ചോ സഹോദര സഹോദരി? ജീവിച്ചില്ല. ജീവിക്കേണ്ട സമയത്ത് ജീവിക്കാൻ ഈ ലോകം നമ്മളെ സമ്മതിച്ചില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളോ അങ്ങനെ ആവരുത്. You shouldn't be so. You must be different. You know the words of a most brilliant man. ഒരു ബ്രില്യൻ്റ് ആയിരിക്കുന്ന അതിബുദ്ധിമാനായ ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു വചനം ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ആ ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, എന്തോന്നറിയാമോ? വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാണ് ഞാൻ. അതേ ഭക്തൻ 1 തീമോത്തി 1:15 പറയുന്നു, പാപികളിൽ ഏറ്റവും പ്രധാനിയാണ് ഞാൻ. ആരാ? പൗലോസ്. These are the words of a brilliant man. നമ്മളെക്കാളൊക്കെ ബുദ്ധി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ വാക്കാത്. എന്താണെന്നറിയാമോ? മറ്റുള്ള എല്ലാവരെക്കാളും ചെറിയവനാണ് ഞാൻ. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ദൈവം അവനെ ഉയർത്തിയത്. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴേ താണിരിപ്പിൻ. ആര് ഭൂമിയിൽ താഴുവാൻ തക്കവണ്ണം തയ്യാറാകുന്നുവോ അവരെയാണ് ദൈവം ഉയർത്തുന്നത്. ഈ ഭൂമിയിൽ താഴുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ ഉയർത്തുവാൻ തക്കവണ്ണം കഴിയത്തില്ല. യാക്കോബിന്റെ ലേഖനം 4:6 പറയുന്നു, കർത്താവ് അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന. ദൈവത്തിന് ഒരിക്കലും നിഗളികളെ ഉയർത്തുവാൻ പറ്റത്തില്ല, അഹങ്കാരികളെ ഉയർത്തുവാൻ പറ്റത്തില്ല, പ്രൗഢുള്ളവരെ ഉയർത്തുവാൻ പറ്റത്തില്ല. ഞാൻ വലിയവനെന്ന് ചിന്തിക്കുന്നവളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. പുറത്ത് നമുക്ക് താഴ്മയൊക്കെ അഭിനയിക്കാൻ പറ്റും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സംതിങ് ആണെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് ഒരിക്കലും നമ്മളെ ഉപയോഗിക്കാൻ പറ്റില്ല. സമയം ഒത്തിരി പെട്ടെന്ന് പോകുന്നു. അടുത്തത് നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? ഒന്ന്, സെൻസ് ഓഫ് ഇൻസിഗ്നിഫിക്കൻസ്. ആ നിസ്സാരത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ആ ശൂന്യതയെക്കുറിച്ച്, ജീവിതം ശൂന്യമാണെന്നുള്ളത്, ജീവിതത്തിൻ്റെ വില ഇത്രയേ ഉള്ളതെന്ന്. ജീവിതം ക്ഷണികമാണ്. ഈ ഭൂമിയിലുള്ളതൊക്കെയും ക്ഷണികമാണ്. ഈ ഭൂമിയിലെ സ്വത്തുക്കൾ ക്ഷണികമാണ്. ഈ ഭൂമിയിലെ പേരും പെരുമയും ക്ഷണികമാണ്. ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങൾ ക്ഷണികമാണ്. ഈ ഭൂമിയിലുള്ള വിദ്യാഭ്യാസം ക്ഷണികമാണ്. ഇതെല്ലാം ക്ഷണികമാണ് എന്നും പറഞ്ഞ് ഇതൊന്നും നാളെ നേടണ്ട എന്നുള്ളതല്ല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി പഠിക്കേണ്ടെന്നല്ല. പഠിച്ചോ, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ്റെ കൂടെ നിനക്ക് ജോലി വേണം, വിദ്യാഭ്യാസം വേണം, വീട് വേണം, ഇതെല്ലാം വേണം. പക്ഷേ ഇതൊക്കെ ദൈവം തരുമ്പോൾ ഓർക്കുക, ഇതൊക്കെ ക്ഷണികമാണെന്ന് ഓർക്കുക. കുറച്ച് കാലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിനു വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദാറ്റ് ഈസ് വാട്ട് ഐ ആം സേയിങ്. അല്ലാതെ ഈ ഫനാറ്റിസിസം ഒന്നും അല്ല. ഹിമാലയത്തിൽ പോയി സന്യാസിയാകണമെന്നുള്ള പഠിപ്പിക്കുകയല്ല ഞാൻ പഠിപ്പിച്ചത്. നിന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിലേക്ക് ആവശ്യമുള്ളതൊക്കെ നീ നേടുമ്പോൾ ഓർക്കുക, ഇതൊക്കെ നിസ്സാരമാണ്, ഇതൊക്കെ ക്ഷണികമാണ്, ഇതൊക്കെ താൽക്കാലികമാണ്, ഇത് നിത്യമായിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഭാഗവുമായിട്ട്, ദർ മസ്റ്റ് ബി എ സെൻസ് ഓഫ് വീക്ക്നെസ്. ബലഹീനതയെക്കുറിച്ച് എപ്പോഴും നമുക്കൊരു ബോധ്യമുണ്ടാണ്. ഞാൻ ബലഹീനനാണ്, ഞാൻ ബലഹീനയാണ് എന്നുള്ള ബോധ്യമുണ്ടാകണം. കാരണം ഞാൻ ഇന്ന് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ കൃപയില്ലെങ്കിൽ നാളെ ഞാൻ നിൽക്കുമോ എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? ഒരു കൊച്ചു കുഞ്ഞിനെ ചിന്തിച്ചു. ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഒരു വീട്ടിൽ നമ്മുടെ വീടുകളിലൊക്കെ 5 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, 4 വയസ്സും 5 വയസ്സും 6 വയസ്സും ഉള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ. നാളെ ഒരു കാര്യം ചെയ്താൽ ഈ 5 വയസ്സുള്ള കുഞ്ഞിനെ വിളിച്ചിട്ട് പറയാം, കഴിഞ്ഞ 5 വർഷം നിന്നെ ഞാൻ ഈ വീട്ടിൽ നോക്കി, ഒരു കാര്യം ചെയ്യേ, നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ നിൻ്റെ കാര്യം നോക്കിക്കോളാൻ പറഞ്ഞാൽ ആ കുഞ്ഞെന്തോ ചെയ്യുമെന്നറിയാം.
If you tell a 5-year child, saying that, I have been looking after you for last 5 years. Now it's enough. My child, you are a very good child. Now you can leave this home and look yourself or take care of yourself. എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് എന്താ ചെയ്യുക പറഞ്ഞ്? ആ കുഞ്ഞിനത് മനസ്സിലായെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? ആ കുഞ്ഞ് പപ്പായുടെ അല്ലെങ്കിൽ മമ്മിയുടെ കയ്യെ പിടിച്ചിട്ട് പറയും, പ്ലീസ് ഡോണ്ട് ത്രോ മീ ഔട്ട്, പ്ലീസ് ഡോണ്ട് ലീവ് മീ. ആ കുഞ്ഞ് കരഞ്ഞോണ്ട് എന്തോ പറയുന്നത് അറിയാമോ? പപ്പ മമ്മി എന്നെ ഇറക്കി വിടല്ലേ, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ ആശ്രയം നിങ്ങളാ പറയത്തില്ലേ? ഈ ഡിപ്പെൻഡൻസാണ് നമുക്ക് ദൈവത്തോട് വേണ്ടത്. കർത്താവേ എന്നെ കൈവിടരുത്, എന്നെ ഇതുവരെ നിർത്തിയിരിക്കുന്ന അങ്ങയുടെ കൃപയാണ്, നാളെയും എന്നെ ഈ കൃപയാണ് നിർത്തുന്നത്, അന്ത്യത്തോളം ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും ഈ കൃപയാണ് നിർത്തുന്നത്. എന്നെ വിട്ടങ്ങ് പോകരുതേ, അങ്ങയുടെ കൃപയെ എന്നിൽ നിന്ന് എടുക്കരുതേ, അങ്ങയുടെ ദയ എന്നെ പൊതിഞ്ഞുകൊള്ളണമേ കർത്താവേ. സെൻസ് ഓഫ് വീക്ക്നെസ്, ഞാൻ വീക്കാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ ബലഹീനയാണെന്നുള്ളൊരു ബോധ്യം വേണം. ബലഹീനനായ ഒരു മനുഷ്യൻ മറ്റൊരു ബലഹീനനെ നോക്കി ചിരിക്കുമോ? ചിന്തിക്കൂ. ബലഹീനനായ ഒരു മനുഷ്യൻ മറ്റൊരു ബലഹീനനോട് കയർത്ത് കെട്ടാൻ പോകുമോ? ബലഹീനനായ ഒരു മനുഷ്യൻ മറ്റൊരു ബലഹീനനോട് കോമ്പീറ്റ് ചെയ്യുമോ? ബലഹീനനായ ഒരു മനുഷ്യൻ മറ്റൊരു ബലഹീനനെ ലുക്ക് ഡൗൺ ചെയ്യുമോ? ജഡ്ജ് ചെയ്യുമോ? കാരണം ആളും ബലഹീന, ഞാനും ബലഹീന, എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല, ആളിനെ നിൽക്കാൻ കഴിയത്തില്ല, പിന്നെന്താ നമുക്ക് ഒരുമിച്ച് അങ്ങ് നിൽക്കാൻ പിടിച്ച്? I tell you, my brother, my sister, that will change our spiritual life. ഈ റെവലേഷൻസ് നമ്മളെ മാറ്റുന്നത് കേട്ടോ. ഞാൻ ബലഹീന, എൻ്റെ ജീവിതത്തെ മാറ്റിയിട്ടുള്ളതാ. ഹല്ലേലൂയ. ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് പുകഴാൻ ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഇന്നുണ്ടെങ്കിൽ അത് കർത്താവ് തന്ന ദാനമാ, നാളെ ഉണ്ടാകുമെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. പിന്നെ എങ്ങനെ ഞാൻ പുകഴാൻ പറ്റുന്നത്? സഭയിലുള്ള ഏറ്റവും ഇന്നലെ സഭയിലേക്ക് ജോയിൻ ചെയ്ത ഒരു സഹോദരനായിക്കൊള്ളട്ടെ, ആ സഹോദരനിലേക്ക് ഞാൻ നോക്കിക്കഴിയുമ്പോൾ ആ വ്യക്തി കൃപയാൽ കടന്നു വന്നു, ഞാനും കൃപയാലാ കടന്നു വന്നത്. ഹൗ ക്യാൻ ഐ ബി ഗ്രേറ്റർ ദാൻ ഹിം ഓർ ഹർ? ആ വ്യക്തിയേക്കാൾ എനിക്ക് എങ്ങനെ ഉന്നതി അവകാശപ്പെടാൻ പറ്റും? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദിസ് വിൽ ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റും. ലൂക്കോസിന് ശേഷം 18-ാം അധ്യായത്തിൽ ഒരു ചുങ്കക്കാരൻ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു പരീക്ഷയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാമല്ലോ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഞാൻ 2 വാക്ക് മാത്രം അവിടെ നിന്ന് എടുക്കാൻ പോകുന്നത്. ആ പരീക്ഷയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തോന്നറിയാമോ? ഹി ഹാഡ് ലോട്ട് ഓഫ് വെർച്യൂസ് ബട്ട് വിത്ത് പ്രൈഡ്. ആ പരീക്ഷയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി നന്മകൾ അവനിലുണ്ട്, പക്ഷേ ആ നന്മകളുടെ ഒക്കെ മുകളിൽ ഒരു കാര്യമുണ്ട്, പ്രൈഡ്. എന്നാൽ ചുങ്കക്കാരനിലേക്ക് നോക്കിയാലോ, അവനിൽ തിന്മകൾ മാത്രമേ ഉള്ളൂ, പാപം മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ മുകളിൽ മറ്റൊന്നുണ്ട്, ബ്രോക്കൺനെസ്. സോ യു ടെൽ മീ നൗ, സിൻസ് വിത്ത് ബ്രോക്കൺനെസ് ആണോ ദൈവം അംഗീകരിക്കുന്നത്? വെർച്യൂസ് വിത്ത് പ്രൈഡ് ആണോ ദൈവം അംഗീകരിക്കുന്നത്? ബ്രോക്കൺനെസ്സോട്, നുറുങ്ങിയ ഹൃദയത്തോടു കൂടിയുള്ള ഒരു പാപിയെയാണോ ദൈവം സ്നേഹിക്കുന്നത്? അതോ നിഗളിയായിരിക്കുന്ന ഒരു നീതിമാനെയാണോ ദൈവം സ്നേഹിക്കുന്നത്? അതാ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മളെ ലൂക്കോസിന് ശേഷം 18-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന കഥ സംഭവം. കർത്താവ് വെറുതെ അല്ല ഈ ഉപമകൾ പറയുന്നത്, അതിലൂടെ വലിയ കാര്യങ്ങളെ നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ പലപ്പോഴും നമ്മൾ പറയും നമ്മൾ നീതിമാനാണെന്ന്, മറ്റുള്ളവർ ചെയ്യാത്തതൊക്കെ നമ്മൾ ദൈവത്തിനു വേണ്ടി ചെയ്യുന്നു. ഞാൻ എന്തൊക്കെയാ ദൈവത്തിനു വേണ്ടി ചെയ്യുന്നതെന്നറിയാമോ? ഞാൻ എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത്, ബാക്കി സമയം മുഴുവനും ദൈവവേല ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്, അല്ലേ? മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ പറയും അവർ ചെയ്യാത്ത എന്തെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ എത്ര പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്, എത്ര പേരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു, എത്ര സഭകളെ നടത്തുന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു, എന്തെല്ലാം നമ്മൾ പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും ഞാൻ നീതിമാനാണ്. ഈ നന്മകളുടെയൊക്കെ മുകളില്ല നിഗളം, ഐ ആം ബെറ്റർ ദാൻ ദി അതർ. പക്ഷേ അതേ സ്ഥാനത്ത് മറ്റൊരു സഹോദരൻ പറഞ്ഞു, എനിക്കൊന്നിനും കഴിയുന്നില്ല, ഞാൻ പാപത്തിൽ വീണു പോകുന്നു, ഞാൻ തെറ്റിൽ വീണു പോകുന്നു കർത്താവേ. പക്ഷേ കർത്താവേ, ഞാൻ മാനസാന്തരപ്പെട്ട് നിലവിളിക്കുക, തെറ്റിൽ വീഴാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. മാറത്തടിച്ചുകൊണ്ട് എനിക്ക് അവകാശപ്പെടുവാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല, എനിക്ക് ജീവിതത്തിൽ തരുന്ന സമയമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു കർത്താവേ. ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വേദനയോടെ, ദൈവകൃപയ്ക്ക് വേണ്ടിയുള്ള യാചനയോടെ, നിലവിളിയോടെ തന്നാലാവത് കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്നു കൊണ്ട് ദൈവകൃപയ്ക്കായി യാചിക്കുന്ന മറ്റൊരുത്തൻ ദൈവം ആരെ അംഗീകരിക്കുന്നത്?
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ലൂക്കോസ് 18 അവസാനത്തിൽ നമ്മൾ കാണുവാൻ കഴിയും. ആരാണ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത്? ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു. ആരെയാണ് ദൈവം തള്ളിക്കളഞ്ഞത്? നീതിമാനായിരുന്ന പരീശനെ ദൈവം തള്ളിക്കളഞ്ഞു. ഓർക്കണമേ, സിൻസ് വിത്ത് ബ്രോക്കൺനെസ് വേഴ്സസ് വെർച്യൂസ് വിത്ത് പ്രൈഡ്. മുറിവേറ്റ ബ്രോക്കൺനെസ് ഉള്ള നുറുക്കപ്പെട്ട ഒരു പാപിയുടെ പ്രാർത്ഥന, നീതിമാനായ ഒരു മനുഷ്യൻ്റെ നിഗളം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കണ്ണുനീരുള്ള പാപിയുടെ പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിച്ച് അവനെയാണ് കർത്താവ് നീതീകരിച്ച് പറഞ്ഞു വിടുന്നത്. നമ്മൾ മറന്നു പോകരുത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് വി നീഡ് ടു ബി അവെയർ ഓഫ് അവർ വീക്ക്നെസ് ഓൾ ദ ടൈം. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണം. ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയായി മാറണം. ഈ ലോകത്തിൽ പുകഴുവാൻ എനിക്കൊന്നുമില്ല. എന്തെങ്കിലും ഞാൻ ചെയ്യുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതാ പറയേണ്ടത്. കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിക്കുക, ഞാൻ ചെയ്യുകയല്ല, കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അല്ലേ? He is doing something through me, not that I am doing it. അത് തന്നെയാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ഒരു നന്മയും എന്നിലില്ല. There is no goodness dwells in me. എന്നിൽ ഒരു നന്മയുമില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ രാത്രിയിൽ ഈ ചിന്തയാണ് നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ ഒരു വ്യക്തി താഴ്മയുള്ള ഹൃദയത്തോടെ എപ്പോഴും ദൈവസന്നിധിയിൽ ജീവിക്കും. പുകഴുവാനൊന്നുമില്ല. എന്തുകൊണ്ടാണെന്നറിയുമ്പോൾ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? ചിലർ പറയത്തില്ലേ, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്ന ഫൂളിഷ്നെസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ പറയുന്നതിനകത്ത് ചില സത്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നത്? നമ്മളെക്കുറിച്ച് എല്ലാം അവർക്കറിയാത്തത് കൊണ്ട്. ശരിയാ, ഒരു കണക്കിന് സത്യമല്ലേ? നമ്മളെക്കുറിച്ച് പലതും അവർക്ക് അറിയാത്തത് കൊണ്ട് അവർ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നത്. നമ്മളെക്കുറിച്ച് അറിയേണ്ട രീതിയിൽ അവർ അറിഞ്ഞിരുന്നെങ്കിൽ, നമ്മുടെ ഇതിനകത്തുള്ളതും അകത്തുള്ളതും ഒക്കെ അവർ അറിഞ്ഞിരുന്നെങ്കിൽ ഈ സ്നേഹിക്കുന്നവരുടെയൊക്കെ എണ്ണം കുറഞ്ഞേനെയുമായിരുന്നു. ദിസ് ഈസ് അനദർ ഡിസെപ്ഷൻ. നമ്മൾ പലപ്പോഴും കരുതുന്നത് നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്നത് നമ്മുടെ നന്മ കണ്ടുകൊണ്ടാണ്. അല്ല സഹോദര സഹോദരി, ഡോണ്ട് ബി ഫൂൾഡ്. സോ നിന്നെ എല്ലാവരും സ്നേഹിക്കുന്നത് നീ ആരാന്ന് എല്ലാവർക്കും അറിയാത്തത് കൊണ്ട്. ശരിയല്ലേ? ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ചിലപ്പോൾ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ പെട്ടെന്ന് പിണങ്ങുന്ന അറിയും. അതുകൊണ്ടാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ തനി സ്വഭാവം ഒരു നിമിഷം വെളി വരുമ്പോൾ അവർ പിണങ്ങും. നമുക്കൊന്നിനും പുകഴാനല്ല സഹോദര സഹോദരി. ഞാൻ ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. നമ്മൾ ആദ്യം കേട്ടത് എന്താണെന്നറിയാമോ? ദേ വെർ ആക്ടിങ് ലൈക്ക് ദ വേൾഡ്. 2, കർത്താവ് പറഞ്ഞെന്താണെന്നറിയാമോ? 26-ാമത്തെ വാക്യത്തിൽ, നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവനെ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ഗ്രേറ്റസ്റ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സെർവൻറ്റ്. ഈ ഭൂമിയിലെ ഗ്രേറ്റസ്റ്റിനെ നമ്മൾ കേട്ടു. അധികാരമുള്ളവൻ, പണമുള്ളവൻ, ധനമുള്ളവൻ, പേരും പെരുമയുമുള്ളവൻ, മഹിമയുള്ളവൻ, ഇവരൊക്കെയാണ് ഈ ലോകത്തിൽ വലിയവൻ. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവൻ എന്ന് പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് സെർവൻറ്റ്. ഹല്ലേലൂയ. ഏറ്റവും വലിയ ദാസനാകുന്നത് ആരോ അവനാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയവൻ. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ജീസസ് ബിക്കെയിം എ സെർവൻറ്റ് കിങ്. വെൻ ഹി വാസ് ടേക്കിംഗ് that vessel of water, അവനെ പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകിയപ്പോൾ എന്താ റിയലി സംഭവിച്ചെന്നറിയാമോ? ദ കിങ് വാസ് സ്റ്റൂപ്പിംഗ് ഡൗൺ ടു വാഷ് ദെയർ ഫീറ്റ്. അത്യുന്നതനായ രാജാവാണ് തൻ്റെ സൃഷ്ടിയുടെ കാല് കഴുകുവാൻ തക്കവണ്ണം കുനിഞ്ഞിരുന്നത്. നമ്മൾ മറന്നു പോകണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് എന്താ? ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, അങ്ങനെയാ വാക്യം എഴുതിയിരിക്കുന്നത്. He didn't want to be like God. He left to be using the resources of being God. ദൈവമായിരിക്കുവാൻ തക്കവണ്ണം ദൈവമാകുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ he took the form of a man. ഒരു മനുഷ്യൻ്റെ സദൃശ്യത്തിലായി അവൻ മാറി. അവൻ ദാസനായി തീർന്നു. ആ താഴ്മയാണ് കാണിക്കുന്നത്. ഓൾവേസ് റിമെമ്പർ, സാൽവേഷൻ കെയിം ത്രൂ ദ ഹ്യൂമിലിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ താഴ്മയിലൂടെയാണ് രക്ഷ മനുഷ്യരിലേക്ക് വന്നത്.
ദൈവം താണവനായി തീർന്നത് കൊണ്ടാണ്, ദൈവം മനുഷ്യനായി തീർന്നത് കൊണ്ടാണ് രക്ഷ നമ്മളിലേക്ക് വന്നത്. നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ നമ്മളും താഴ്മയുള്ളവരായി തീരണം. If you and I don't have the humility, we can never ever attain salvation. രക്ഷയെ സ്വായത്തമാക്കാൻ നമുക്ക് പറ്റത്തില്ല. താഴ്മയില്ലാത്തവർക്ക് രക്ഷ അനുഭവിക്കാൻ പറ്റും, രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ടെന്നൊക്കെ ചുമ്മാ പറഞ്ഞ് എവിടെയൊക്കെ പേരിലൊക്കെ ബുക്കിലൊക്കെ പേര് വരുത്താമെന്നൊക്കെ ഉള്ളൂ. പക്ഷെ സ്വർഗത്തിൽ പേര് കാണത്തില്ല. കാരണം സാൽവേഷന് കൊടുത്ത പ്രൈസ് എന്തെന്ന് ചോദിച്ചാൽ ഹ്യൂമിലിറ്റി ഓഫ് ഗാഡ്. ആ സാൽവേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ വി നീഡ് ടു ഷോ ദ ഹ്യൂമിലിറ്റി. മറന്നു പോകരുത് സഹോദരങ്ങളെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അടുത്ത 5 മിനിറ്റ് കൊണ്ട് ദൈവത്തിനെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ സഫറിംഗ് സെർവൻ്റ് ആയിട്ട്, കഷ്ടപ്പെടുന്ന ദാസനായിട്ടാണ് യേശു കർത്താവിനെ കുറിച്ച് കാണിക്കുന്ന മിശിഹായെ കുറിച്ച് കാണിക്കുന്നത്. കഷ്ടപ്പെടുന്ന ദാസനായിട്ടാണ് കാണിക്കുന്നത്. മിശിഹ, ഇസ്രായേലിൻ്റെ മിശിഹായി വരുന്നവൻ, ദൈവപുത്രൻ, കഷ്ടപ്പെടുന്ന ദാസനായിട്ടാണ്. യെശയ്യാ 53 നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നമ്മൾ കർത്തൃമേശയ്ക്കൊക്കെ പതിവായിട്ട് വായിക്കുന്ന ദൈവവചന ഭാഗമാണല്ലോ അത്. ഒന്ന് വായിച്ചു നോക്കണം അവിടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വേൾഡ് ഈസ് ഫുൾ ഓഫ് അറോഗന്റ് പ്രൗഡ് പീപ്പിൾ. പക്ഷെ കർത്താവ് പറഞ്ഞു യു ഷുഡിന്റ് ബി സോ. ഈ ലോകത്തിലേക്ക് നോക്കിക്കേ, സ്കൂളിൽ നോക്കിക്കേ, അറോഗന്റ്, പ്രൗഡ്, റിബല്യസ് പീപ്പിൾ അല്ലേ? സ്കൂളുകളിലേക്ക് നോക്കിക്കേ കുഞ്ഞുങ്ങളെ, അവിടെ അങ്ങനല്ലേ? പ്രൗഡ്, നിഗളികളായിരിക്കുന്നവർ, മത്സരികളായിരിക്കുന്നവർ, അറോഗന്റ്, വഴക്കാളികളായിരിക്കുന്നവർ, കുറ്റം പറയുന്നവർ, ദൂഷണം പറയുന്നവർ, ബുള്ളി ചെയ്യുന്നവർ, ഉപദ്രവിക്കുന്നവർ. കോളേജിലേക്കൊന്ന് പോയി അത് തന്നെയല്ലേ? യൂണിവേഴ്സിറ്റിയിലേക്ക് പോയേ അത് തന്നെയല്ലേ? സ്ട്രീറ്റിലോട്ടൊന്ന് പോയേ അത് തന്നെയല്ലേ? റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നോക്കിയേ, റോഡ് റേജ് കണ്ടിട്ടില്ലേ നിങ്ങൾ? അല്ലേ? ഏതെങ്കിലും ഒരു വണ്ടിയുടെ പുറകിലൊന്ന് ഓണടിച്ച് അപ്പോൾ കാണാം എന്താ നടക്കുന്നതെന്ന്. അല്ലേ? നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന പതുക്കെ ഒന്ന് ക്രോസ് ചെയ്ത് അപ്പോൾ കാണാൻ അവരുടെ ക്ഷമയിൽ ഇംപേഷ്യൻ്റ് ആകുന്ന അക്ഷമ നമുക്ക് കാണാൻ പറ്റും. അവർ കാണിക്കുന്ന ആംഗ്യങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് തന്നെയല്ലേ ജോലി സ്ഥലത്ത്? നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളൊന്ന് നോക്കിയേ, എങ്ങനെയാ അവിടെ നടക്കുന്നത്? സൂപ്പർ മാർക്കറ്റിലൊന്ന് പോയി നോക്കിയേ, നിങ്ങളുടെ ട്രോളി കൊണ്ട് വേറെ ആരുടെയും ട്രോളിയാലൊന്ന് ഇടിച്ച് അന്നേരം കാണാം. എല്ലായിടത്തും അരോഗൻസ് ആണ്, പ്രൈഡാണ്, റിബല്യസ് നേച്ചറാണ്. അത് തന്നെയല്ലേ ഇന്ന് സഭകളിലും കാണുന്നത്? അല്ലേ? കർത്താവ് പറഞ്ഞു നിങ്ങളോ അങ്ങനെ ആവരുത്. Can you make a difference there? My children, can you make a difference in your school? Amongst your friends? എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, വർക്ക് പ്ലേസിൽ can you make a difference? യേശു പറയുന്നു നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങളിൽ വലിയവനാകുവാൻ ഉദ്ദേശിക്കുന്നവരൊക്കെയും ദാസനായി തീരണം. അവർക്ക് ആഫ്റ്റർ യു, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. നിങ്ങൾ ചെയ്യുക. നിങ്ങളെല്ലാവരും ചെയ്തതിനു ശേഷം മാത്രം എനിക്ക് മതി സമയം. നിങ്ങളെല്ലാവരും എടുത്തതിന് ശേഷം മാത്രം ഞാൻ എടുത്തോളാം. നിങ്ങളെല്ലാം പോയതിനു ശേഷം മാത്രം ഞാൻ പൊയ്ക്കോളാം. നോ ആർഗ്യുമെന്റ്, നോ ഫൈറ്റ്. ബിക്കോസ് എത്ര ആർഗ്യൂ ചെയ്താലും, എത്ര ഫൈറ്റ് ചെയ്താലും, എന്തെല്ലാം നീ നേടിയെടുത്താലും ഇറ്റ് ഈസ് ടെമ്പററി. ആ നേടിയെടുക്കുന്നത് നിന്നെ നശിപ്പിക്കത്തേ ഉള്ളൂ. ഈ ലോകം തരുന്നത് നേടിയെടുത്ത് നീ നന്നാവത്തില്ല ദൈവസന്നിധിയിൽ. എന്നാൽ ദൈവം എന്തെങ്കിലും തന്നാൽ നീ നന്നാകും, ഞാൻ നന്നാകും. മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഹൂ ആർ ദ ഗ്രേറ്റസ്റ്റ്? ഈ ലോകത്തിൽ പേരും പെരുമയുമുള്ളവരുമല്ല വലിയവർ. ഒത്തിരി സംസാരിക്കുവാൻ കഴിയുന്ന വാഗ്മികൾ, ഇലോക്വന്റ് മെന്നും വുമനും അല്ല വലിയവർ. സ്ഥാനമാനങ്ങളുള്ളവരല്ല വലിയവർ. ഒരു വലിയ അനുയായികളുടെ കൂട്ടമുള്ള ഒരു ലീഡർ അല്ല ഈ ലോകത്തിൽ വലിയവൻ. ഈ ലോകത്തിൽ വലിയവൻ ദൈവസന്നിധിയിൽ കർത്താവ് പറയുന്നു, ആര് ഏറ്റവും താഴുവാൻ തക്കവണ്ണം തയ്യാറാകുന്നുവോ അവനാണ് ഏറ്റവും വലിയവൻ. അതാ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവം അവനെ ഉയർത്തി സകലത്തിനും മേലായ നാമം നൽകി. 2-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വന്ന് അവൻ താണ് വന്നിട്ട് അവിടെ പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. ഇത് തന്നെയാണ് മുമ്പേ പറഞ്ഞതുപോലെ 1 പത്രോസ് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കരങ്ങൾക്ക് കീഴെ താണിരിപ്പേ. കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദയയിൽ നമ്മളെ തന്നെ കൊടുക്കുക. ഈ ചുറ്റുപാടുകളുടെ മധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഓർക്കുക നിങ്ങളങ്ങനെ ആവരുത്.
യു ഷുഡൻ ബി സോ, യു ആർ നോട്ട് സോ. കാരണം എന്നറിയാമോ? യു ആർ ഡിഫറെൻറ്റ് ഫ്രം ദ അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് നീ വ്യത്യസ്തനാണ്. ഹല്ലേലൂയ. കർത്താവിനെ പിൻഗമിക്കുവാൻ തക്കവണ്ണം നിന്നെ കർത്താവ് വിളിച്ചിരിക്കുക.